ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിക്കുമ്പോൾ അവരുടെ ഒബ്ജക്റ്റീവ്, അവരുടെ ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു: ഇറാനിൽ റെജീം ചേഞ്ച്, അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കുക. അമേരിക്കയുടെ ലക്ഷ്യം അവിടെ പൂവണിയില്ല എന്ന് 100% ഉറപ്പായ ഘട്ടത്തിൽ ഇറാൻ്റെ ഒബ്ജക്റ്റീവ് ഈ വിഷയത്തിൽ എന്താണ് ഇറാൻ ലക്ഷ്യമിടുന്നത്? യുദ്ധം അവസാനിപ്പിക്കാനോ ചർച്ചക്കോ തയ്യാറല്ലെന്ന് ഇറാൻ വ്യക്തമാക്കുമ്പോൾ എന്താണ് ഇറാൻ ലക്ഷ്യമിടുന്നത്? ഇറാൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഇറാൻ ലക്ഷ്യമിടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്: വെസ്റ്റ് ഏഷ്യയിൽ നിന്നും US-നെ പുറത്താക്കുക, സമ്പൂർണമായി US-ൻ്റെ ആധിപത്യം മിഡിൽ ഈസ്റ്റിൽ അവസാനിപ്പിക്കുക. ഇതാണ് ഇറാൻ ലക്ഷ്യമിടുന്ന ഒന്നാമത്തെ കാര്യം. 27ഓളം US ബേസ്മെൻറ്റുകളെ ടാർഗറ്റ് ചെയ്ത് ആ ബേസുകളിലേക്കാണ് ഇറാൻ ആക്രമണം നടത്തുന്നത്. മിഡിൽ ഈസ്റ്റിലെ US-ൻ്റെ ആധിപത്യം അവസാനിപ്പിക്കുക, ഇത് നടപ്പിലാവാൻ പോവുകയാണ്. അമേരിക്കയുടെ ചരിത്രം പരിശോധിച്ചാൽ അമേരിക്ക ഇടപെട്ട മുഴുവൻ സ്ഥലങ്ങളിൽ നിന്നും അവർ പിന്മാറിയിട്ടുണ്ട്. 2001 അഫ്ഗാനിലേക്ക് പോകുന്നത്, 2003 ഇറാഖിലേക്ക് പോകുന്നത്. 2001 അഫ്ഗാനിസ്ഥാനിൽ പോയ അമേരിക്ക 2021 ആർക്കെതിരെയാണോ 2001 അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം നയിച്ചത്, അതേ താലിബാനെ ഭരണമേൽപ്പിച്ച് തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സാന്നിധ്യത്തിൻ്റെ ചരിത്രം എന്താണ്? സൗദി അറേബ്യയാണ് ആദ്യമായി GCC രാജ്യങ്ങളിൽ അമേരിക്കയുമായി ഒരു ട്രീറ്റി ഉണ്ടാക്കുന്നത്. 1947 സെക്യൂരിറ്റി ഫോർ സൗദി, ഓയിൽ ഫോർ US. പെട്രോ ഡോളറായിരുന്നു ഇക്കാലം അത്രയും അമേരിക്കയുടെ സാമ്പത്തിക വ്യവസ്ഥയെ നിയന്ത്രിച്ചത്. അത് തകരാൻ പോവുകയാണ്. ഇറാൻ വളരെ കാൽക്കുലേറ്റഡായി മിഡിൽ ഈസ്റ്റിലെ GCC രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പട നയിക്കുകയാണ്. അവർ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഇറാൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം അമേരിക്കയെ സമ്പൂർണമായി GCC രാജ്യങ്ങളിൽ നിന്ന്, മിഡിൽ ഈസ്റ്റിൽ നിന്ന്, വെസ്റ്റ് ഏഷ്യയിൽ നിന്നും പുറത്താക്കുക. ഇതാണ് ഇറാൻ്റെ ഒന്നാമത്തെ എയിം. രണ്ടാമത്തെ ഇറാൻ്റെ ലക്ഷ്യം ഇസ്രായേലിൻ്റെ മിലിറ്ററി ഡൊമിനൻസ്, അതിനെ ഡീഗ്രേഡ് ചെയ്യുക. നിരന്തരമായ മിസൈലുകൾ അയച്ചുകൊണ്ട് പ്രതിരോധ ശേഷിയെ തകർത്ത് അവരുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കുക. ഏറ്റവും വലിയ മിലിറ്ററി ഡൊമിനൻസിൽ നിൽക്കുന്ന ഇസ്രായേലിനെ ഡീഗ്രേഡ് ചെയ്യുക. ആ ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഇറാൻ ഉപയോഗിക്കുന്നത്. ഇത് ഇറാൻ്റെ ദീർഘകാലത്തെ ഒരു പദ്ധതിയാണ്. മറ്റൊന്ന്, അമേരിക്കക്ക് ദീർഘകാലത്തെ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുക. ഹോർമുസ് അടക്കുന്നതോടുകൂടെ വലിയ രീതിയിലുള്ള ആഘാതം ലോക മാർക്കറ്റിലുണ്ടാകും. പെട്രോ ഡോളറിൻ്റെ ഡൊമിനൻസ് അവസാനിക്കും. GCC രാജ്യങ്ങൾ അമേരിക്കയുടെ കറവപ്പശുവാണ്. അതിനെ കൊല്ലുകയാണിപ്പോൾ യഥാർത്ഥത്തിൽ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.